നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 2026 രോഹിണി നക്ഷത്ര ഫലമാണ്. ഭാരതീയ ജ്യോതിഷ ശാസ്ത്രത്തിലെ അതിപ്രധാനമായ ചന്ദ്രമണ്ഡല നക്ഷത്രങ്ങളിൽ നാലാമത്തേതായ രോഹിണിയെ സംബന്ധിച്ചിടത്തോളം 2026 ഫെബ്രുവരി മാസം അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമാണ്. ആകാശഗോളങ്ങളുടെ സങ്കീർണമായ ചലനങ്ങളും ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് പ്രമുഖ ജ്യോതിഷ ഗവേഷകർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വിശകലനം കേവലം രാശിഫലങ്ങൾക്കപ്പുറം പ്രപഞ്ചോർജത്തിന്റെ സൂക്ഷ്മ തലങ്ങൾ രോഹിണി നക്ഷത്രക്കാരുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തെ എങ്ങനെ പരിവർത്തനം ചെയ്യുന്നുവെന്നും പരിശോധിക്കുന്നതാണ്. രോഹിണി നക്ഷത്രം ഇടവൻ രാശിയിൽ 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ചന്ദ്രന്റെ അത്യന്തം പ്രിയപ്പെട്ട നക്ഷത്രമെന്ന നിലയിൽ ഇതിനെ ചന്ദ്രന്റെ പ്രിയ പത്നി എന്ന പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്നു. 2026 ഫെബ്രുവരി മാസത്തിലെ ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് 11ാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം 10ാം ഭാവത്തിലെ രാഹുവിന്റെ സ്വാധീനവും നിർണായകമാണ്. ഒരു യൂണിവേഴ്സൽ ഇയർ 2026 ഒന്നായി കണക്കാക്കപ്പെടുന്നതിൽ പുതിയ തുടക്കങ്ങളും ഈശ്വരീയമായ ഇടപെടലുകളും അടങ്ങുന്നൊരു വർഷമാണ്. ഈ വർഷത്തെ ഫെബ്രുവരിയിലെ ഗ്രഹനിലകൾ തികച്ചും വിസ്മയിപ്പിക്കുന്നതാണ്. ശനി മീനൻ രാശിയിൽ തുടരുകയും ജൂലൈയിൽ വക്രഗതിയിലാവുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഫെബ്രുവരി മാസം മുഴുവൻ അത് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലാഭസ്ഥാനത്താണ്. ഇതിനർത്ഥം 12 രാശികളിൽ ഏറ്റവും ഭാഗ്യകരമായ ശനി സഞ്ചാരം അനുഭവിക്കുന്നത് ഇടവക്കൂറുകാരായ രോഹിണി ജാതകർക്കാണെന്നാണ്. എന്നാൽ അതേസമയം തന്നെ ഫെബ്രുവരി 17 കുംഭരാശിയിൽ സംഭവിക്കുന്ന സൂര്യഗ്രഹണം 10ാം ഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരും. രോഹിണി നക്ഷത്രക്കാർക്ക് അല്പം അസ്വസ്ഥത നൽകുന്ന ഒന്നായിരിക്കുമോ ഇതെന്ന് നോക്കേണ്ടതുണ്ട്. ഫെബ്രുവരി 13 കുംഭ സംക്രാന്തി നടക്കുകയും സൂര്യൻ കുംഭത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ പുതിയ ഊർജ്ജം നൽകും. എന്നാൽ ഗ്രഹണ സമയത്ത് 10ാം ഭാവത്തിൽ രാഹുവും സൂര്യനും ഒന്നിച്ചു വരുന്നത് ഔദ്യോഗിക രംഗത്ത് അപ്രതീക്ഷിത സംഭവങ്ങൾക്കോ പ്രോജക്റ്റുകളിൽ മാറ്റങ്ങൾക്കോ ഒക്കെ കാരണവുമാകാം. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ സമാധാനപ്രിയരും സ്ഥിരത ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ 10ാം ഭാവത്തിലെ രാഹു അവരെ കൊണ്ട് വലിയ റിസ്കുകൾ എടുപ്പിക്കുകയും ചെയ്യും. രാഹു 10ാം ഭാവത്തിൽ നിൽക്കുന്നത് വിപണന മേഖലയിൽ ഏവർക്കും നയതന്ത്ര രംഗത്തുള്ളവർക്കും അതീവ ഗുണകരമാണെന്നാണ് കാണുന്നത്. എന്നാൽ രോഹിണി നക്ഷത്രക്കാർ അവരുടെ അന്തർലീനമായ ക്രിയാത്മകത തൊഴിലിൽ ഉപയോഗിക്കാൻ ശ്രമിക്കും. ശനിയുടെ സ്ഥിതി കൂടി പരിഗണിക്കുമ്പോൾ കഠിനാധ്വാനത്തിന് ഉചിതമായ പ്രതിഫലം ലഭിക്കുന്ന മാസമാണിത്. പ്രത്യേകിച്ച് കല, ഡിസൈൻ, സംഗീതം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് അംഗീകാരം ലഭിക്കാനിടയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നും മത്സരമോ അസൂയയൊക്കെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാനും ശൃംഖല വിപുലീകരിക്കാനും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹനില അനുകൂലമായി കാണും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി മാസത്തിൽ അതിനായുള്ള ശ്രമങ്ങൾ ആരംഭിക്കാവുന്നതാണ്. സാമ്പത്തികമായി രോഹിണി നക്ഷത്രക്കാർക്ക് ഇതൊരു സുവർണകാലമാണെന്ന് പറയാം. വ്യാഴൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് ധനസമ്പാദനത്തിന് ഉത്തമമാണ്. കുടുംബത്തിൽ നിന്നോ പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഫെബ്രുവരി മാസത്തിൽ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും പരിശോധിക്കണം. രാഹു 10ാം ഭാവത്തിലും സൂര്യഗ്രഹണം സംഭവിക്കുന്നതും ചെലവുകളെ സ്വാധീനിക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് സുഖസൗകര്യങ്ങളിലും ആഡംബരങ്ങളിലും താല്പര്യം കൂടുതലായതിനാൽ അനാവശ്യ ചെലവുകൾക്ക് സാധ്യതയുണ്ട്. ശനി 12ാം ഭാവത്തിലേക്ക് മാറുന്നതിന് മുൻപുള്ള ഈ സമയം സമ്പാദിക്കാൻ ഉപയോഗിക്കണം. ഫെബ്രുവരി മാസത്തിൽ പുതിയ സംരംഭങ്ങളിൽ നിക്ഷേപിക്കുന്നത് ശ്രദ്ധിച്ചു വേണം, പ്രത്യേകിച്ച് ഭൂമി അല്ലെങ്കിൽ സ്വർണം. ദീർഘകാല നിക്ഷേപമാണ് ഉത്തമം. സൂര്യന്റെ സഞ്ചാരം ശാരീരികമായ ഊർജ്ജം നൽകുമെങ്കിലും രോഹിണി നക്ഷത്രക്കാർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും തൈറോയിഡ് അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട്. 2026 തുടക്കത്തിൽ ഭക്ഷണ രീതികളിൽ കർശനമായ അച്ചടക്കം പാലിക്കണമെന്നാണ് ഗ്രഹനിലകളിലെ സൂചന. മാനസിക ആരോഗ്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. രോഹിണി നക്ഷത്രക്കാർ അതീവ വൈകാരിക സ്വഭാവമുള്ളവരാണ്. കേതു 4ാം ഭാവത്തിൽ നിൽക്കുന്നത് ചിന്തകളിൽ ഭയമോ ഏകാന്തതയൊക്കെ ഉണ്ടാകാം. അമിതമായ മധുരവും കൊഴുപ്പുള്ള ആഹാരവും ഒഴിവാക്കുക. രോഹിണി നക്ഷത്രക്കാർക്ക് ശരീരഭാരം കൂട്ടാനുള്ള പ്രവണത ഉള്ളതിനാൽ വ്യായാമം അനിവാര്യമാണ്. ശരിയായ ഉറക്കം ഉറപ്പാക്കണം. ശനി 11ാം ഭാവത്തിൽ നിൽക്കുന്നത് കഠിനാധ്വാനത്തിന് പ്രേരിപ്പിക്കുമെങ്കിലും അമിത ജോലി മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത്. ഫെബ്രുവരിയിൽ പനി, ശ്വസന സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രണയത്തിന്റെയും ബന്ധത്തിന്റെയും കാര്യത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം വളരെ മനോഹരമാണ്. ശുക്രന്റെയും വ്യാഴത്തിന്റെയും അനുകൂല സ്ഥിതി ബന്ധങ്ങളിൽ അടുപ്പമുണ്ടാക്കും. വിവാഹിതരായ രോഹിണി ജാതകർക്ക് പങ്കാളിയുമായുള്ള വൈകാരിക ബന്ധം ശക്തമാകും.
ഫെബ്രുവരി പകുതിയോടെ ബുധൻ വക്രഗതിയിലാകുമ്പോൾ ആശയവിനിമയത്തിൽ പിശകുകൾ വരാം. പങ്കാളിയോട് തുറന്നു സംസാരിക്കുന്നതും സംശയങ്ങൾ ഒഴിവാക്കുന്നതും ബന്ധങ്ങൾ സുഗമമാക്കാൻ സഹായിക്കും. അനുയോജ്യമായ വിവാഹാലോചനകൾ വരാനുള്ള സാധ്യത കാണുന്നു. ഫെബ്രുവരി മാസത്തിലെ വിവാഹ മുഹൂർത്തങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് പിതാവുമായുള്ള ബന്ധത്തിൽ ചെറിയ ഉരസലുകൾ ഉണ്ടായേക്കാമെന്ന് ചില ജാതക വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും സാമൂഹികമായി കൂടുതൽ സജീവമാകാനും ഈ മാസം വഴി തുറക്കും. തുടക്കത്തിൽ ബുധന്റെ സ്വാധീനം മൂലം ചെറിയ അലസത ഉണ്ടായേക്കുമെങ്കിലും ശനിയുടെ അച്ചടക്കം അവരെ പഠനത്തിൽ സഹായിക്കും. നിയമം, മെഡിസിൻ, സാഹിത്യം എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും. പ്രത്യേകിച്ച് ഫെബ്രുവരിയിലെ ആദ്യ 2 ആഴ്ചകൾ വരെ ഉൽപാദനക്ഷമമാണ്. രോഹിണി നക്ഷത്രക്കാരുടെ കഠിനാധ്വാനം പരീക്ഷകളിൽ മികച്ച ഫലം നൽകും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസത്തിൽ അതിനായുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ വിവാഹത്തിന് അനുയോജ്യമായ തീയതികളുണ്ട്. ഫെബ്രുവരി 5, 6, 8, 10, 12, 14, 19, 20, 21, 24, 25, 26. ഇതിൽ ഫെബ്രുവരി 24 രോഹിണി നക്ഷത്രം വരുന്ന ദിവസം വിവാഹ നിശ്ചയത്തിനോ വിവാഹത്തിനോ അതീവ ഗുണകരമാണെന്ന് കാണുന്നുണ്ട്. ഫെബ്രുവരി 24 ഈ മാസത്തെ രോഹിണി വ്രതം വരുന്നത്. സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് ഇതിന്റെ രീതിയാണ്. രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണെങ്കിലും ദേവത ബ്രഹ്മാവാണ്. എന്നാൽ രോഹിണി വ്രതം പ്രധാനമായും വിഷ്ണു കൃഷ്ണ ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. കുടുംബ ഐശ്വര്യത്തിനും ദോഷപരിഹാരത്തിനായും വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിക്കുക. വിഗ്രഹത്തിലോ ചിത്രത്തിലോ കൃഷ്ണന് മഞ്ഞ പൂക്കൾ അർപ്പിക്കുക. നെയ്വിളക്ക് തെളിയിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുക. വ്രത ദിവസം ധാന്യങ്ങൾ ഒഴിവാക്കി ഫലങ്ങൾ മാത്രം കഴിക്കുന്നത് ഉത്തമമാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും മാനസിക സമാധാനവും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊണ്ടാണ്. ശനി 11ാം ഭാവത്തിലാണെങ്കിലും രോഹിണി നക്ഷത്രം ശനിയാഴ്ചകളിൽ ശനി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ്. ഇതിനു പുറമെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും അതീവ ഫലപ്രദമാണ്. 10ാം ഭാവത്തിലെ രാഹുവിന്റെ ദോഷം തീർക്കാൻ നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് ഉത്തമമാണ്. രോഹിണിയുടെ അധിപൻ ചന്ദ്രനായതിനാൽ ചന്ദ്രപ്രീതി വരുത്തുന്നത് വൈകാരികമായ പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ ശിവന് പാലഭിഷേകം നടത്തുന്നത് ശനി ദോഷങ്ങളെ ശമിപ്പിക്കും. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ ശുചീകരണ തൊഴിലാളികൾക്കോ ആഹാരമോ വസ്ത്രമോ ദാനം ചെയ്യുക.